സഹിഷ്ണുത അഥവാ സഹനം ദൈവം തരുന്നതല്ല. നീതിമാനായ ദൈവത്തിൽ നിന്ന് തിന്മ വരില്ല. ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല നമുക്കുള്ളത്. എന്നാൽ നമ്മുടെ സ്വന്തം പാപം മൂലം പിശാച് കൊണ്ടുവരുന്ന സഹനം ദൈവം അനുവദിക്കാറുണ്ട്. സ്വയം നീതിമാനായി വിളങ്ങിയ ഇയ്യോബിന് സംഭവിച്ചതും ഇതുതന്നെയാണ്. സഹനങ്ങൾ നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. നാം യേശുവിനെ പോലെ ആയിത്തീരുവാനാണ്. ചില സഹനങ്ങൾ വ്യക്തികളിൽ കൂടെയാവാം വരുന്നത്. അപ്പോൾ നാം എതിർക്കേണ്ടത് അവരെയല്ല, അവരുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ശത്രുവായ പിശാചിനെയാണ്. ആ പിശാചിനെതിരെയാണ് നാം പോരാടേണ്ടത്. എഫെസ്യർ 6:12 അത് വെളിപ്പെടുത്തുന്നു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതായത് മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സ്വഭാവിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് യഥാർത്ഥ ശത്രുവായ സാത്താനെതിരെയാണ് പോരാടേണ്ടത്. സാത്താൻ അടിമപ്പെട്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടി അവരെ സാത്താനിൽ നിന്നും വിമോചിപ്പിക്കുക. അതോടൊപ്പം നമുക്കുള്ള സംരക്ഷണത്തിനായി എഫെസ്യർ 6:10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കുക. അപ്പോൾ നാം സ്വസ്ഥത പ്രാപിക്കും. നിശ്ചയം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.